മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സാലഡാണ് മക്കളെ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പം നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതേ രീതിയിൽ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പം ഈ രുചികരമായിട്ടുള്ള ഈ ഒരു സാലഡ് ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാത്ത കുട്ടികളും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഈ രുചികരമായിട്ടുള്ള സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു 3 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എല്ലാം വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 സവാള നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുക്കുകയാണ്. ഇപ്പോൾ 2 പഴുത്ത തക്കാളി. പിന്നെ ഇതിൽ എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്ന നമ്മുടെ വീട്ടിലെ കാന്താരി മുളകാണ്. കാന്താരി മുളക് നല്ല ടേസ്റ്റുള്ള ഒരു പച്ചമുളകാണല്ലോ. അപ്പോൾ ഇതും പിന്നെ നമ്മളിതിനകത്ത് പുളിക്കായിട്ട് നമ്മൾ ബുഷ് ഓറഞ്ചാണ് ചേർക്കുന്നത്. നമ്മൾ വിനാഗിരിയോ ഒന്നും ചേർക്കാറില്ല. വിനാഗിരി വേണേൽ ചേർക്കാം. ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ടാണ് നമ്മുടെ ക്യാരറ്റ് പീൽ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ നീളത്തിൽ നമ്മൾ ക്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് ഇതേ രീതിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരപ്പനെന്ന് പറയും പണ്ടൊക്കെ കേട്ടോ. അതിങ്ങനെ ഇതേ നീളത്തിൽ നമുക്ക് കിട്ടും. ഇത് സവാളയുടെ അതേ രീതിയിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേ രീതിയിൽ നീളത്തിൽ എല്ലാം നമ്മൾ അതിനകത്ത് വെച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സവാള അതിൻ്റെ മുഖഭാഗം ഈ ഭാഗം അതിൻ്റെ ഞെടുപ്പ് നന്നായിട്ട് കട്ട് ചെയ്ത് തരണമെങ്കിൽ നമുക്കിത് ഒന്നിൽ തൊടാതെ ഇങ്ങനെ വിതർന്ന് കിടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ സവാള ചെറിയ കനം കുറച്ച് പീസസായിട്ട് വേണം അരിയണമെങ്കിൽ ഇതിൻ്റെ ചാറൊക്കെ നമുക്ക് ഞെരടുന്ന സമയത്ത് ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മുഖഭാവം വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം കട്ട് ചെയ്ത് എടുത്താണ്ട് ഇതേ രീതിയിൽ വിതുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ഇതേ രീതിയിലല്ല കട്ട് ചെയ്ത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം തക്കാളി രുചിയും അതിൻ്റെ ഭംഗിയും ഒക്കെ നായിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ പീസസായിട്ട് നമ്മൾ കട്ട് ചെയ്തെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത് മാറ്റിയിട്ട് നമ്മളിതിലേക്ക് ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കും. നമ്മൾ അധികം ഉപ്പൊന്നും ചേർക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള സാലഡിനൊക്കെ ഉപ്പ് കൂടുതലായ ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ നമ്മുടെ കൈയെല്ലാം നന്നായിട്ട് വൃത്തിയായി കഴുകിയതാണ് കേട്ടോ. കൈകൊണ്ടാണ് നമ്മളിത് ഞെരടേണ്ടത്. എങ്കിലേ നമ്മുടെ ഈ സവാളയുടെ ടേസ്റ്റും അറിയാമല്ലോ. നമ്മൾ ഞെരടി കഴിക്കുന്ന എല്ലാ നമ്മുടെ മുളകും പുളിയൊക്കെ അതിനൊക്കെ എന്തൊരു ടേസ്റ്റാണ്. അതേ രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഞെരടി എന്നാണ് നമ്മൾ തിരുമിയിട്ട് അതിലേക്ക് നമ്മൾ അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റും കൂടെ കുറേ സമയമെടുത്താണ് നമ്മൾ ഉള്ളി ഞെരടിയത് കേട്ടോ. വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളിതിലേക്ക് നമ്മുടെ ക്യാരറ്റും ചേർത്ത് ഇതേ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഞെരടി കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ സവാളയുടെ വെള്ളവും ആ ഉപ്പും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കി കഴിച്ചാൽ. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മുടെ പച്ചമുളകിനായിട്ട് എടുത്തിരിക്കുന്ന കാന്താരി മുളകിൻ്റെ രുചി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ കഴുകിയെല്ലാം എടുത്ത് വച്ചിരിക്കുന്നതാണ്. ഇതിൽ കുറച്ചെടുത്ത് നമ്മുടെ ഇടികല്ലിട്ടൊന്ന് ചതയ്ക്കണം. കാരണം പൊട്ടിച്ചങ്ങ് നല്ലതുപോലെ ചതയ്ക്കരുത്, ഒന്ന് പൊട്ടുവേ ചെയ്യാവുള്ളൂ. എന്തിനാണെന്നറിയാമോ? ഇതിൻ്റെ എരിവെല്ലാം നമ്മുടെ സാലഡിൽ കിട്ടാൻ വേണ്ടി ഞെരടുമ്പം എരിവൊക്കെ കിട്ടണം. ഇതേ രീതിയിൽ ഒന്ന് പൊട്ടിച്ച് ചതയ്ക്കുകയോ ചെയ്യാവുള്ളൂ. ഇതും നമ്മുടെ സാലഡിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കൂട്ടിത്തരാം. അപ്പോൾ എരിവൊക്കെ കാണും കയ്യിൽ കേട്ടോ. അപ്പോൾ നമ്മൾ കൈയൊക്കെ കണ്ണിലൊക്കെ തിരുമ്പുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തിരുമ്പുമ്പോൾ നമുക്ക് എരിവൊക്കെ കയ്യിൽ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഞെരടുമ്പോൾ എന്തായാലും പൊട്ടിപ്പിളർന്നൊന്നും പോകത്തില്ല കേട്ടോ. അതിൻ്റെ എരിവ് ഇതിനകത്തുനിന്ന് കിട്ടാൻ വേണ്ടിയാണ്. ആ വെള്ളവും സവാളയുടെ വെള്ളമൊക്കെ കൂട്ടി യോജിച്ച് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പുളിക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ ബുഷ് ഓറഞ്ചാണ് നമ്മൾ. പിന്നെ വിനാഗിരി ഒന്നും ചേർക്കത്തില്ല. വേണമെങ്കിൽ നമുക്ക് നാരങ്ങ ഉപയോഗിക്കാം. നമ്മളിവിടെ ബുഷ് ഓറഞ്ച് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് അത് നല്ല പുളിയാണ് കേട്ടോ ബുഷ് ഓറഞ്ചിന്. അതിൻ്റെ കുരുവെല്ലാം മാറ്റി എല്ലാം നമ്മൾ നല്ലതുപോലെ അതിൻ്റെ ചാറെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മളിനി ഒരു 2 തണ്ട് കറിവേപ്പിലയും കൊണ്ടിരുന്നത്. അന്നേരം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും നമ്മൾ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്ത് വീണ്ടും നമ്മളൊന്ന് ഞെരടിയിട്ട് പിന്നെ നമ്മൾ തക്കാളിയാണ് ലാസ്റ്റ് ഇടുന്നത്. തക്കാളി നമ്മൾ ഞെരടത്തില്ല കേട്ടോ.
ഞെരടിയാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും, പിന്നെ വേറൊരു ടേസ്റ്റ് ആവും. അപ്പം നമ്മൾ ഞെരടത്തില്ല, കൂട്ടി ഇളക്കി യോജിപ്പിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂട്ടി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി മക്കളെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുന്നതായിരിക്കാം. അപ്പോൾ അറിയാൻ പാടില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണ് നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാന്താരിയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഒരു ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇനിയും കൂട്ടി ഇളക്കുകയാണ്. എണ്ണയെല്ലാം നമ്മുടെ കയ്യെ പറ്റുമല്ലെങ്കിൽ. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള സാലഡ് ഇവിടെ റെഡിയായി മക്കളെ. കുറേ സമയമെടുത്താണ് ഇത് ഞെരടി നമ്മൾ കൂട്ടി യോജിപ്പിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.